ധർമ്മടം അണ്ടല്ലൂർ കാവിൽ കെട്ടിയാട്ടങ്ങൾക്ക് തുടക്കമായി. മേലൂർ മണലിൽ നിന്ന് ഓലക്കുട എത്തിയതോടെയാണ് തെയ്യാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഉച്ചയ്ക്ക് നടന്ന ബാലി സുഗ്രീവ യുദ്ധം കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. രാമായണം ഇതിവൃത്തമാക്കി കെട്ടിയാട്ടങ്ങൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ധർമ്മടം അണ്ടല്ലൂർ കാവ്. തൃക്കൈക്കുട കാവിലെത്തിയതോടെ ക്ഷേത്രത്തിൽ കെട്ടിയാട്ടങ്ങൾക്കും തുടക്കമായി. ഞായറാഴ്ച വെളുപ്പിന് ആദ്യം അതിരാളവും മക്കളും, തുടർന്ന് തൂവക്കാലി, പൊന്മകൻ, മലക്കാരി, നാഗഭഗവതി, നാഗഭഗവാൻ, പുതുച്ചേകവൻ, വേട്ടക്കുരുമകൻ ദൈവക്കോലങ്ങൾ കെട്ടിയാടി. രാമായണത്തിലെ സംഭവബഹുലമായ ഏടുകളിലേക്ക് ഏവരെയും കൊണ്ടുപോകുന്ന ബാലി സുഗ്രീവ യുദ്ധം കാണാനും നിരവധി പേരാണ് എത്തിയത്. തിരുമുറ്റത്തെ അരിയാലിൻ ചുവട്ടിൽ അസുരവാദ്യത്തിന്റെ അകമ്പടിയോടെ ആദ്യം ബാലി രംഗപ്രവേശം ചെയ്തു. താളത്തിനൊപ്പിച്ച് ചുവടുവച്ച് പീഠത്തിലേറി സുഗ്രീവനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. വെല്ലുവിളി സ്വീകരിച്ചെത്തിയ സുഗ്രീവനും ബാലിയും തമ്മിൽ വാളും പരിചയമായി തിരുമുറ്റത്ത് ഉഗ്രൻ യുദ്ധം. ചെണ്ടയുടെ താളത്തിൽ യുദ്ധം മുറുകിയപ്പോൾ ഭക്തജനങ്ങൾക്ക് ആവേശമായി. 1 മണിക്കൂറോളം നീണ്ട യുദ്ധത്തിൽ ബപ്പൂരൻ മധ്യസ്ഥം വഹിക്കുന്നതോടെയാണ് ബാലി സുഗ്രീവ യുദ്ധം അവസാനിക്കുന്നത്. ശേഷം സന്ധ്യവേലയ്ക്ക് പിന്നാലെ അച്ഛന്മാരുടെ മെയ്യാൽ കൂടലും, തുടർന്ന് പ്രധാന ദൈവമായ ദൈവത്താറീശ്വരനും അംഗക്കാരൻ ബപ്പൂരൻ ദൈവങ്ങളും ക്ഷേത്രസന്നിധിയിൽ കെട്ടിയാടും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.